പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി നമുക്ക് ചില ടിപ്സും ട്രിക്സും എല്ലാം യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നും നമുക്ക് ഒരു ട്രിക്കിലൂടെ ക്വസ്റ്റ്യൻ പഠിച്ചു പോവാം. നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നീല വിപ്ലവം മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ നീല എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ അല്ലെ, നീല എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂം അല്ലെ, ബ്ലൂം ബ്ലൂം എന്താണ്, നമ്മൾ വെള്ളത്തിലൊക്കെ മുങ്ങിക്കഴിയുമ്പോൾ ബ്ലൂം ബ്ലൂം എന്നുള്ള സൗണ്ട് ഉണ്ടാവും അല്ലെ. അപ്പോൾ വെള്ളത്തിലാണ് ആരുള്ളത്? നമ്മുടെ മത്സ്യം ഇരിക്കുന്നത്. അപ്പോൾ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ കൃഷിയാണ്. ഒന്നുകൂടെ പറയാം, നീല വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൂ എന്ന് കണക്ട് ചെയ്തു, ബ്ലൂ അല്ലെ, ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂം ബ്ലൂം എന്നുള്ള ആ ഒരു സൗണ്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ആണ് അല്ലെ. വെള്ളത്തിൽ നിന്ന് കുമിളകൾ ഇങ്ങനെ പൊന്തി വരുന്ന ബ്ലൂം ബ്ലൂം സൗണ്ട്. അപ്പോൾ വെള്ളത്തിലാണ് ആരിയ്ക്കുന്നത്? മത്സ്യം. അപ്പോൾ നീല വിപ്ലവം മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ്. ഇനി പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിസികൾച്ചർ മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് പിസികൾച്ചർ. മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്നതിനെ പിസികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ മുന്നിൽ ഒരു നല്ല വലിയൊരു മത്സ്യം, മീൻ അല്ലെ, മീൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് മീൻ എടുത്ത് കഴിക്കില്ലേ, അതിന്ന് ഒരു പീസ് മീൻ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാദ് അല്ലെ, ആ ഒരു ഫീല് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പൊ പിസികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണക്ട് ചെയ്തു? പീസ് എന്ന് കണക്ട് ചെയ്തു അല്ലെ. എന്ത് പീസാണ്? നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു മീനിന്റെ പീസ് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയാണ്.